ചില സമയത്തെ നമുക്ക് ചില സാധനങ്ങള് കടകളിൽ പോയാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന രണ്ട് സാധനമാണ് മല്ലിയില, പുതിനയില. എനിക്ക് അങ്ങനെ ഒന്ന് പറ്റി, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും സാധാരണ വെജിറ്റബിൾ കടകളിലൊക്കെ കാണുന്നതാണ്, പക്ഷെ അങ്ങനെ കിട്ടാതെ പറഞ്ഞാൽ കുറെ കടകളിൽ നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക്. ഒടുവിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ആ സമയത്ത് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കണ്ട് ഒക്കെ എടുക്കുന്ന വാങ്ങിക്കുകയായിരുന്നു. അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് കണ്ടാലും അത് ചീത്തയായി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് പൊടിച്ചു വെച്ച് നമുക്ക് എങ്ങനെയിരിക്കും, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്. ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യം ട്രൈ ചെയ്തിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ നല്ലതാണ് മനസ്സിലായി കേട്ടോ, അതിന് മണമൊന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ഇന്നലെ തന്നെ ഞാൻ എടുത്ത് വെച്ചില്ല, അതിന്റെ വെള്ളം തോർത്താൻ എന്ന് വെച്ചതാണ്. അപ്പൊ ഇന്നായപ്പോഴത്തേക്കും ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും സാരമില്ല, വെയിലത്ത് വെച്ച് ഉണക്കുന്നില്ലേ, ഫ്രഷ് ആയിട്ട് തന്നെ എണ്ണയിൽ. പിന്നെ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ഉണക്കി എടുക്കാഞ്ഞത്. നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തിട്ട്, കഴുകി വെള്ളം തോർത്തിയതിനു ശേഷം എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം പൊടിച്ചെടുക്കാൻ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് 150 ഒരു 8 മിനിറ്റ് ആണ് ഇടുന്നത്. ഒന്ന് തുറന്ന് നോക്കാമേ. 6 മിനിറ്റ് ആയത്. ഇത് തുറന്നപ്പോ നല്ലൊരു മണമാണ്, പുതിനയുടെ ഒരു മണം ഉണ്ടല്ലോ. പക്ഷെ ഇത് 3 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എയർ ഫ്രയർ വെക്കുന്ന സമയത്ത് ഈ ഇലയുടെ കളർ ഇത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് നല്ല പച്ചയോടെ ആണെങ്കിൽ ഇതേപോലെ പച്ച കളർ തന്നെ കിട്ടിയേനെ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. കണ്ട, തീരെ നൈസായിട്ട് ഇത് പൊടിച്ചിട്ടില്ലേ. കാര്യം നമുക്ക് അങ്ങനത്തെ പൊടി വേണ്ടല്ലോ. ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിലെ ഇനി വെക്കത്തുള്ളൂ, ഒരു പാത്രത്തിൽ അടച്ച്. വെള്ളി വെച്ചാൽ നമുക്ക് അറിയത്തില്ല, കുറെ നാളിരിക്കുമ്പോ ചിലപ്പം പൂത്ത് പോകുമായിരിക്കും. നമുക്ക് കുറെ എപ്പോഴും എടുക്കാനും വേണ്ടി ആവശ്യമില്ലല്ലോ ഇത്. എന്തെങ്കിലും ബിരിയാണി വെക്കുമോ, അതുപോലത്തെ എന്തെങ്കിലും കറികളോ എന്തെങ്കിലും പലഹാരങ്ങളോ ഉണ്ടാക്കുമ്പോ മാത്രം മതിയല്ലോ നമുക്കിത്. അപ്പൊ എന്തായാലും ഇതിന് നല്ല സ്മെല്ലുണ്ട്. ഇപ്പൊ ഇത് പൊടിച്ചപ്പോ പുതിനയുടെയും മല്ലിയിലയുടെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് ചീത്തയായി പോകുമെന്ന് പേടിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ നമ്മൾ വെച്ച് എങ്ങനെയായാലും ചീത്തയായി പോകും, അത് പച്ചയോടും. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ അതിലിട്ടാല് ആ മല്ലിയിലയുടെയും പുതിനയുടെയും ആ ഒരു സ്മെല്ലും ടേസ്റ്റും മാറാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.